ഏവർക്കും ജിഷ ലേണിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ വേ ഫ്രം ഡിസീസസ് എന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് മോർ ഡിസീസസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഡെങ്കു ഫീവർ, ജോണ്ടൈസ്, ചിക്കൻ ബോക്സ്, ചിക്കൻ കുനിയ, കോളറ, ലിപ്രോപ്സി, ട്യൂബർകുലോസിസ്, മീസലസ്. ഓക്കെ, ഇനി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ക്യാൻസർ, ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസസ്, കിഡ്നി സ്റ്റോൺ, ആസ്മ, കാറ്ററാക്ട്, ഹൈപ്പർ ടെൻഷൻ, എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ അപസ്മാരം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വാട്ട് ആർ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഇനി വാട്ട് കേസസ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് കാരണമാകുന്നത്? എന്താണ്? പെതഗൺസ്. ഓക്കെ, പെതഗൺസ് എന്ന് പറഞ്ഞാൽ രോഗകാരികൾ. ഓക്കെ, ഇനി വാട്ട് ആർ പെതഗൺസ്? എന്താണ്? മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കേസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗി ദാറ്റ് കനോട്ട് ബീൻ സീൻ വിത്ത് നാക്ഡ് ഐ. ദേ ആർ കോൾഡ് പെതഗൺസ് ബിക്കോസ് ദേ കേസസ് ഡിസീസസ്. ഓക്കെ, അപ്പോൾ എന്താണ്? കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയൊക്കെ മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകും. എന്താണ്? രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ അവയെ രോഗകാരികൾ എന്ന് വിളിക്കുന്നു. Find more instance where microorganism beneficial and write them in your science diary. എന്താണ്? ദോശ ബാറ്റർ ഈസ് ഫെർമെൻറ്റഡ് ബൈ certain ബാക്ടീരിയ. എന്താണ്? സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞത്. എന്താണ്? ദോശമാവ് എന്താണ് പുളിപ്പിക്കുന്നത് എന്താണ്? ചിലയിനം ബാക്ടീരിയകളാണ്. ഓക്കെ, ബാക്ടീരിയ ആൻഡ് ഫംഗി ബ്രേക്ക് ഡൗൺ ദ ഓർഗാനിക് മാറ്റർ ആൻഡ് ആഡ് ഇറ്റ് ടു ദ സോയിൽ. അല്ലേ? എന്താണ്? ബാക്ടീരിയകളും ഫംഗസുകളുമാണ് എന്താണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. ഓക്കെ, ഫെർമെൻറ്റേഷൻ ഓഫ് റൈസ് ബാറ്റർ. അല്ലേ? അരിമാവ് പുളിപ്പിക്കുന്നത് ബാക്ടീരിയകളാണ്. പിന്നെന്താണ്? കൺവേർട്ടിങ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ into salt in the soil which easy to absorbed by plant. എന്താണ്? അന്തരീക്ഷത്തിലെ നൈട്രജനെ എന്താണ് സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കിയിട്ട് മണ്ണിൽ ചേർക്കുന്നു എന്ന് പറയാം. പിന്നെ ഡീകമ്പോസിങ് മാറ്റർ ടു സോയിൽ. എന്താണ്? എന്താണ് വിസർജ്യ വസ്തുക്കളൊക്കെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു. പിന്നെ എന്താണ്? മിൽക്ക് പ്രൊഡക്ട്സ്, വിനീഗർ, ജൂട്ട്, ടൊബാക്കോ, ലെതർ എക്സെട്ര. എന്താണ്? ഇതൊക്കെ എന്താണ്? പാലോൽപ്പന്നങ്ങൾ, പിന്നെ വിനാഗിരി, ചണം, പുകയില, തുകൽ തുടങ്ങിയൊക്കെ വ്യവസായങ്ങളിൽ നിന്ന് ഉപയോഗിക്കുന്നു. വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? പിന്നെ അടുത്തതാണ് ഫീൽഡ് ഓഫ് മെഡിസിൻസ്. അല്ലേ? അപ്പോൾ എന്താണ്? ചില ചികിത്സാരംഗത്തും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Observe the illustrations and find out the situations in which diseases spread into the in what do you diseases causing the microorganism enter the human bodies. ആണ് അവിടെ ഒരു ചിത്രമുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം. ആ ചിത്രം നിരീക്ഷിച്ചിട്ട് എന്താണ്? ഒരു കുട്ടി ഇങ്ങനെ ചുമക്കുന്ന ചിത്രമുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, ഈ ഹൗസ് ഫ്ലൈ ഒക്കെ വന്നിരിക്കുന്ന ചിത്രമുണ്ട്. നോക്കാം. എന്താണ്? ഈ ചിത്രം നിരീക്ഷിച്ച് രോഗങ്ങൾ പകരാനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ എന്താ? രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ? ത്രൂ മോസ്കിറ്റോസ്, ത്രൂ ഹൗസ് ഫ്ലൈ, ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ, ത്രൂ കോണ്ടാക്റ്റ്, ത്രൂ എയർ. അല്ലേ? കൊതുകിലൂടെ, ഈച്ച വഴി, പിന്നെ ഭക്ഷണത്തിലൂടെയും, പിന്നെ വെള്ളത്തിലൂടെയും, മറ്റുള്ളവരായിട്ടുള്ള സമ്പർക്കത്തിലൂടെയും, പിന്നെന്താ വായുവിലൂടെ. ആ ഐഡിയ ചർച്ച നോക്കിയാണ്ട് എഴുതുക. ഏതൊക്കെ തരത്തിലാണ് അസുഖങ്ങൾ വരുന്നത്, ഏതൊക്കെ അസുഖങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ വെക്ടേഴ്സ്? എന്താണ്? വെക്ടേഴ്സ് ആർ ഓർഗാനിസം ദാറ്റ് ബ്രിങ് ഡിസീസസ്, ക്യാരി മൈക്രോ ഓർഗാനിസം ഇൻ ടു അവർ ബോഡി. ഹൗസ് ഫ്ലൈ, റാറ്റ്, ഫ്ലീ, പിന്നെന്താണ്? മോസ്കിറ്റോസ്, ബാറ്റ്സ് എക്സെട്ര ആർ സം ഓഫ് ദി വെക്ടേഴ്സ് ഓർഗാനിസം. എന്താണ് രോഗാണുവാഹകർ? വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ രോഗാണുവാഹകർ എന്നാണ് അർത്ഥം. എന്താണ്? രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. എന്താണ്? ഈച്ച, എലിച്ചെള്ള്, കൊതുക്, പിന്നെ വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ക്യാൻ വി ഡു ടു കൺട്രോൾ വെക്ടേഴ്സ്?
നമ്മൾ എന്താണ് ഈ ഇതിനെ തടയാൻ നിയന്ത്രിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന്. അപ്പോൾ എന്താണ് കീപ്പ് ഹൗസ് ആൻഡ് സറൗണ്ടിങ് ക്ലീൻ അല്ലേ. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. കീപ്പ് ഫുഡ് ഐറ്റംസ് ക്ലോസ്ഡ്, ഡു നോട്ട് ത്രോ ഗാർബേജ് ഇൻ ടു പബ്ലിക് പ്ലേസസ് അല്ലേ. ആഹാര സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക. പിന്നെ എന്താ, മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയാതിരിക്കുക. പിന്നെ എന്താണ്, അവോയ്ഡ് വാട്ടർ ലോങ്ങിങ് അല്ലേ. എന്താണ്, ജലം കെട്ടിക്കിടക്കണം, എന്താണ് ജലം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യം ഇല്ലാണ്ടിയാക്കുക. പിന്നെ എന്താണ്, ഡു നോട്ട് ത്രോ എവേ ദ പ്ലാസ്റ്റിക് കവർ ആൻഡ് ബോട്ടിൽസ് അല്ലേ. പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളൊന്നും വലിച്ചെറിയാതിരിക്കുക. പിന്നെ എന്താണ്, കീപ്പ് ഡ്രെയിനേജ് ക്ലീൻ ആൻഡ് ക്ലോസ്ഡ് അല്ലേ. ഓടകളൊക്കെ വൃത്തിയായും അടച്ചും സൂക്ഷിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി റൈറ്റ് ഡൗൺ ദ കണ്ടീഷൻ ഇൻ വിച്ച് വെക്ടേഴ്സ് മൾട്ടിപ്ലൈ. എന്താണ്, രോഗാണുവാഹകരൊക്കെ പെരുകുന്ന സാഹചര്യങ്ങൾ എഴുതാനാണ്. എന്താണ്, ഹൗസ് ഫ്ലൈ എങ്ങനെയാണ് പെരുക? ഹൗസ് ഫ്ലൈ ബ്രീഡ് ഇൻ ഡിക്കേയിങ് ഓർഗാനിക് വേസ്റ്റ് അല്ലേ. എന്താണ്, അഴുകുന്ന ജൈവമാലിന്യങ്ങളിൽ നിന്ന് ഈച്ചകൾ മുട്ടയിട്ട് പെരുകുന്നു. ഓക്കെ, മോസ്കിറ്റോസോ എന്താണ്, ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലെ കുപ്പികളിലും ചിരട്ടകളിലൊക്കെ എന്താണ്, വെള്ളം കെട്ടിക്കിടക്കും, അതിൽ നിന്ന് മുട്ടയിട്ട് വളരുന്നു. ഓക്കെ, റാറ്റോ എലി എന്താണ്, ഭക്ഷണ സാധനങ്ങളൊക്കെ എന്താണ് വലിച്ചെറിയുന്നതും വൃത്തിഹീനമായ ചുറ്റുപാടുകളിലും എലികൾ പെരുകുന്നതിന് കാരണമാകും. ഓക്കെ, നോക്കാം. How can we avoid the breeding and multiplications of mosquitoes? എന്താണ്, നമ്മൾ കൊതുക് പകരുന്നതിന് എന്താണ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ, ഒബ്സർവ് ഡ്രൈ ഡേ 1 വീക്ക് അല്ലേ. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. പിന്നെ എന്താ, കീപ്പ് വൺ ഓഫ് ദി ഹൗസ് പ്രൊമിസസ് ആൻഡ് ക്ലീൻസ് അല്ലേ. എന്താണ്, വീടിൻ്റെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. പിന്നെ പ്രോപ്പർലി ഡിസ്പോസ് ഓഫ് കിച്ചൺ വേസ്റ്റ് ആൻഡ് ബേൺ ദ ഡ്രൈ ലീവ്സ് അല്ലേ. അടുക്കള മാലിന്യങ്ങളൊക്കെ ശരിയായി സംസ്കരിക്കുകയും ഉണക്കി ഇലകളിൽ കത്തിക്കുകയും ചെയ്യുക. ഓക്കെ, പിന്നെ ഡ്രെയിനിങ് എവേ സ്റ്റാഗ്നൻറ്റ് വാട്ടർ ഫ്രം കോക്കനട്ട് ഷെല്ല്, എഗ് ഷെല്ല്, പോട്ട്സ് എക്സെട്ര അല്ലേ. എന്താണ്, ചിരട്ടകൾ, മുട്ടത്തോടുകളൊക്കെ എന്താ, പൊട്ടിയ പാത്രങ്ങളൊക്കെ എന്നിവയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ വീടിന് ചുറ്റുമുള്ള പുല്ലുകളൊക്കെ പാഴ്ചെടികളൊക്കെ വെട്ടി മാറ്റുക. പിന്നെ ഓടകളൊക്കെ കീപ് ഡ്രെയിനേജ് ആൻഡ് ക്ലീൻ ആൻഡ് ക്ലോസ്ഡ് അല്ലേ. ഓടകളൊക്കെ വൃത്തിയായിട്ട് അടച്ചു സൂക്ഷിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി വാട്ട് ആർ ദ പ്രിക്വേഷൻ ടു അവോയ്ഡ് ദ മോസ്കിറ്റോസ് ബൈറ്റ്സ്. എന്താണ്, കൊതുകിനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കേണ്ടത്. എന്താണ്, കീപ് ഡോർ ആൻഡ് വിൻഡോസിലെ ക്ലോസ്ഡ് ഉണ്ട് ഈവനിങ്ങിലെ വിൻഡോസും വാതിലുകളൊക്കെ എന്താണ്, രാത്രി സന്ധ്യാസമയത്ത് അടച്ചിടുക അല്ലേ. യൂസ് മൊസ്കിറ്റോ നെറ്റ് അല്ലേ. മൊസ്കിറ്റോൻ്റെ നെറ്റ് ഉപയോഗിക്കാം. യൂസ് മൊസ്കിറ്റോ ബാറ്റ് അല്ലേ. മൊസ്കിറ്റോ ബാറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പിന്നെ പുകയിടും ചിലർ, അതുപോലെ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ഡിസീസസ് ആർ ട്രാൻസ്മിറ്റഡ് ആൻഡ് ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ പ്രിവെൻറ്റ് ദം. എന്താണ്, രോഗങ്ങൾ പകരുന്ന സാഹചര്യങ്ങളും അവ പകരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഡിസീസസ് ഒരു കള്ളിയിൽ എഴുതുക, അപ്പുറത്തെ കള്ളിയിൽ എന്താണ്, തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് ടു പ്രിവെൻറ്റ് ദ ഡിസീസസ് അല്ലേ. എന്താണ്, രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഴുതുക. എന്നിട്ട് ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ അല്ലേ. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ എഴുതുക. പിന്നെന്താണ്, യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്, കീപ് ഫുഡ് ഐറ്റംസ് കവേർഡ്, ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ അല്ലേ. എന്താണ്, പഴങ്ങളും പച്ചക്കറികളൊക്കെ കഴുകി ഉപയോഗിക്കുക. പിന്നെ ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ഓക്കെ, ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് കോണ്ടാക്ട്. എന്താണ്, വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ എങ്ങനെ തടയുക? അവോയ്ഡ് ദ കോണ്ടാക്ട് വിത്ത് ദ സിക്ക് പേഴ്സൺസ് അല്ലേ. എന്താണ്, രോഗികളുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക. പിന്നെ ഡോണ്ട് യൂസ് ദ സ്റ്റിക്ക് പേഴ്സൺസ് ഹാവ് ഹാൻഡ് കർച്ചീഫ്, ക്ലൂത്ത് എക്സെട്ര. എന്താണ്, രോഗികളുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവയൊന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ എന്താണ്, യൂസ് മാസ്ക് ഉപയോഗിക്കുക. പിന്നെ എന്താണ്, മെയിൻറ്റെയിൻ ദ പേഴ്സണൽ. അടുത്തത് ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സോയിൽ ആൻഡ് സീവേജ്. എന്താണ്, മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെരുപ്പിടണം. പിന്നെ എന്താണ്, ശരീരത്തിലെ മുറിവുകളൊക്കെ മലിനജലവുമായിട്ട് സമ്പർക്കത്തിൽ വരാതെ നോക്കുക. പിന്നെ മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. ഓക്കെ, അത്രയാണ്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡു ദ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എഫക്റ്റ് ഓൺലി ഹ്യൂമൻസ് അല്ലേ? ഫൈൻഡ് ഔട്ട് ദ ഡിസീസസ് ദാറ്റ് എഫക്റ്റ് പ്ലാന്റ് ആൻഡ് ഓർഗാനിസംസ്. എന്താണെന്ന് പറയാം, മനുഷ്യന് മാത്രമാണോ പകർച്ചവ്യാധികൾ ബാധിക്കാറുള്ളത്? അല്ലല്ലോ. പിന്നെ എന്താണ്, സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ഒക്കെ നമുക്ക് ബാധിക്കുന്ന രോഗങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ആനിമൽസ് എഴുതാം, ഡിസീസസ് എഴുതാം. അപ്പോൾ എന്താണ്, ബേർഡ്സ് എന്താണ്, ബേർഡ് ഫ്ലൂ അല്ലേ, എന്താണ് പക്ഷിപ്പനി. കൗ ഡോഗിന് എന്താ വരിക, ആന്ത്രാക്സ് അല്ലേ. ഇനി ഡോഗ് കാറ്റ് റാബിസ് അല്ലേ, പേവിഷബാധ. പിന്നെ കാറ്റിലോ കന്നുകാലിക്കോ പിന്നെ ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസസ് അല്ലേ, എന്താണ് കുളമ്പ് രോഗം എന്നൊക്കെ പറയും. ഇനി അടുത്തത് ഡിസീസസ് ദാറ്റ് എഫക്റ്റ് പ്ലാന്റിന് വരുന്ന ഡിസീസസ് അവിടെ തന്നിട്ടുണ്ട്, എല്ലാവരും നോക്കി എഴുതുക. ഓക്കെ, അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദീസ് ആർ ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ്? ടിക്ക് ദം. എന്താണ് ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ടിക്ക് ചെയ്തിട്ടുണ്ട്, അത് നോക്കി എഴുതാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ എന്താ, നമുക്ക് എന്താണ് രോഗപ്രതിരോധ ശേഷി എന്നൊക്കെ പറയാം. അവർ ബോഡി ഈസ് നാച്ചുറലി ഹാവ് ദ എബിലിറ്റി ടു കൺട്രോൾ ആൻഡ് ഫൈറ്റ് ദ പെത്തഗൻസ് വൺസ് ദേ എൻ്റർ ദ ബോഡി അല്ലേ. എന്താണ്, രോഗാണുക്കളൊക്കെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കതിനെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അത് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിലുള്ളതാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന്. ദ ബോഡി ഈസ് അൺഏബിൾ ടു ഡെവലപ്പ് ദ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എഗെയിൻസ്റ്റ് സം കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സച്ച് ആസ് പോളിയോ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി. എന്താണ്, ചില സന്ദർഭങ്ങളിലൊക്കെ എന്താണ് പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായി പ്രതിരോധശേഷി ഉണ്ടാക്കാൻ നമ്മുടെ ശരീരത്തിനൊന്നും കഴിയില്ല. അപ്പോൾ അത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണം. ടേക്ക് എ വാക്സിനേഷൻ ടു അവോയ്ഡ് സച്ച് ഡിസീസസ്. ഓക്കെ, പിന്നെ എന്താണ്, വാക്സിനേഷൻസ് ഗീവ് ഇമ്മ്യൂണിറ്റി. എന്താണ്, വാക്സിനേഷനാണ് എന്താണ് ഇതുവഴിയാണ് നമുക്ക് പ്രതിരോധശേഷി ലഭിക്കുക, വാക്സിനേഷൻ ചെയ്യുന്നതിലൂടെ. ഓക്കെ, ദിസ് കോൾഡ് അക്യുറേഡ് ഇമ്മ്യൂണിറ്റി. എന്താണ്, ഇതിനെയാണ് പറയുന്നത് നമ്മളെന്താ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും എന്താ കുത്തിവെപ്പ്, വാക്സിനേഷൻ നിർബന്ധമാക്കണം. വാക്സിനേഷനിലൂടെ നമുക്ക് പലവിധ രോഗങ്ങളെയും നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നോക്കാം. വാക്സിനേഷൻ ചാർട്ട് എന്താണ്, പ്രിവെൻറ്റീവ് വാക്സിൻസ് ആണ്. നെയിം ഓഫ് ദി വാക്സിൻസ് എന്നിട്ടുണ്ട്. എന്താണ്, ഓറൽ പോളിയോ വാക്സിൻസ്, എന്താണ് ബാസിലസ് കാലമറ്റ് ഗെറിൻ ഹെപ്പറ്റൈറ്റിസ് അല്ലേ, BCG. എന്താണ്, അതെന്താണ് ജനന സമയത്ത് ചെയ്യുന്നതാണ്, ജനിച്ച ഉടനെ ചെയ്യുന്നതാണ്. എന്താണ് പോളിയോ, പിന്നെന്താണ് ട്യൂബർകുലോസിസും പിന്നെ ഹെപ്പറ്റൈറ്റിസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ് OPV1, എന്താണ് റോട്ടാ വൈറസ് അല്ലേ, റോട്ടാ വൈറസ് വാക്സിൻസ്. എന്താണ് RVV1, എന്താണ് പെൻഡാവാലറ്റ് 1, എന്താണ് FLPV1, എന്താണ് ന്യൂമോകോക്കൽ കഞ്ചുവിനേറ്റ് അല്ലേ, കഞ്ചുഗേറ്റ് വാക്സിൻസ്. അത് 6 ആഴ്ച കഴിഞ്ഞിട്ട് അത് രോഗങ്ങൾ എന്താണ് പോളിയോ എന്നും റോട്ടാ വൈറസ് രോഗം വരാതിരിക്കാനൊക്കെ, ന്യൂമോണിയ എന്നിവ വരാതിരിക്കാനൊക്കെ. പിന്നെ അടുത്തത് OPV2 അല്ലേ, എന്താണ് അത് പെൻഡാവാലറ്റ് 2 ആണ്. അതെന്താണ് 10 ആഴ്ച കഴിഞ്ഞിട്ടാണ്. പിന്നെന്താണ് പോളിയോ, പിന്നെന്താണ് റോട്ടാ വൈറസ് ഡിസീസസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിനാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്തത് RVV, എന്താണ് അടുത്തത് RVV3, പെൻഡാവാലറ്റ് 3 ആണ്. 14 ആഴ്ച കഴിഞ്ഞിട്ട് എന്താണ് പോളിയോ, റോട്ടാ വൈറസ് രോഗം, പിന്നെ 5 രോഗങ്ങളും, പിന്നെ പോളിയോ, ന്യൂമോണിയ ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ് ഇനി അടുത്തത് MR1, എന്താണ് BCV ബൂസ്റ്റർ അല്ലെ, വിറ്റാമിൻ A 9 മാസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്താണ് മീസിലസ്, റുബല്ല, ന്യൂമോണിയ, കണ്ണിൻ്റെ ആരോഗ്യം, പോളിയോ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി MR2, എന്താണ് OPV ബൂസ്റ്ററും DPT ബൂസ്റ്ററും, വിറ്റാമിൻ A2, എന്താണ് 16, 24 മാസം കഴിഞ്ഞിരുന്ന മീസിലസ്, റുബല്ല, പിന്നെന്താണ് റൂബല്ല, പിന്നെ പോളിയോ രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ DTP ബൂസ്റ്റർ 2, 5-6 വയസ്സിൽ നിന്നാണ് 3 രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് എന്താണ് TD1, എന്താണ് 10 വയസ്സ് കഴിഞ്ഞത്, എന്താണ് ടെറ്റനസ്, ഡിഫ്തീരിയ എന്ന രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ് TD2, എന്താണ് 10 വയസ്സ് കഴിഞ്ഞിട്ട് ടെറ്റനസ് ഡിഫ്തീരിയയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അത്രയാണ്.
ഇനി അടുത്തത് നോക്കാം. അതാണ് ഡിസീസസ് അതായത് ഡിസീസസ് പ്രിവെൻറ്റഡ് ബൈ ദ എന്താണ് പെൻഡാവാലറ്റ് വാക്സിൻസ് തടയുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് വാക്സിൻസ് എന്താണ് ഡിഫ്തീരിയ പെർട്ടുസിസ് ടെറ്റനസ് ഹെപ്പറ്റൈറ്റിസ് ബി ഹിപ്സ്. ഓക്കെ. ഇനി അടുത്തത് 3 ഡിസീസസ് എന്നതാണ് ദ ഡിസീസസ് പ്രിവെൻറ്റഡ് ബൈ ദ DPT വാക്സിൻസ് എന്താണ് ഡിഫ്തീരിയ പെർട്ടുസിസ് ടെറ്റനസ്. ഓക്കെ. ഇനി അടുത്തത് ലെറ്റസസ് ആണ്. എന്താണ് റൈറ്റ് ഡൗൺ 5 ഡിസിഷൻ യു ഹാവ് ടു ടേക്ക് ആൻഡ് മെയിൻറ്റെയിൻ ദ പേഴ്സണൽ ഹൈജീൻ. എന്താണ് അവിടെ നിങ്ങളെ വ്യക്തി ശുചിത്വം പാലിക്കാനായിട്ട് നിങ്ങളെടുത്ത 5 തീരുമാനങ്ങൾ അവിടെ തന്നിട്ടുണ്ട്, അത് എഴുതുക. ഓക്കെ. ഇനി അടുത്തത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഹൈജീൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രിവെൻറ്റിംഗ് ദ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? എന്താണ് പ്ലീസ് ലിബറേറ്റ്. എന്താണ് നിങ്ങൾ പകർച്ചവ്യാധികൾ തടയുന്നതിൽ വ്യക്തി ശുചിത്വത്തിന് സാമൂഹ്യ ശുചിത്വത്തിന് പ്രധാനമാണ് അല്ലേ? ഈ പ്രസ്താവനയോട് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നുണ്ട്? നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ എന്താ കാരണം എന്ന് എഴുതാനാണ് പറഞ്ഞത്, അത് അവിടെ തന്നിട്ടുണ്ട്, എഴുതാം. ഓക്കെ. അടുത്തത് ഡു യു എഗ്രി വിത്ത് ദ ഫോളോയിങ് പ്രിക്കോഷൻസ് ദാറ്റ് വി ഷുഡ് ടേക്ക് കൺട്രോൾ ദ വെക്ടേഴ്സ് ബോൺ ഡിസീസസ്. എന്താണ് പകരുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാൻ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ യോജിക്കുന്ന ഇതെല്ലാം അവിടെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യോജിക്കുന്നവ നിങ്ങൾ എടുത്തെഴുതുക. ഓക്കെ. അതിൽ തന്നത് ഓരോന്ന് വായിച്ച് നോക്കിയിട്ട് അതിൽ ഏതാണ് നിങ്ങൾക്ക് യോജിക്കുന്നത് അത് ഉത്തരമായിട്ട് എടുത്തെഴുതുക. ഓക്കെ. അതവിടെ തന്നിട്ടുണ്ട്, ടീച്ചർ എഴുതാം. പിന്നെ ടീച്ചറിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.